Okay, so hello dear students. അപ്പോൾ നമ്മളുടെ ക്ലാസ് 10ന് ബോർഡ്സ് മാർക്ക് റിലീസ്ഡായി. അപ്പോൾ നിങ്ങളിൽ മെജോറിറ്റി സ്റ്റുഡൻസ് മാർക്സ് ഓർത്ത് സ്ട്രെസ്ഡ് ആവുകയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിൻ്റെ അത്ര മാർക്സ് കിട്ടി കാണത്തില്ല അല്ലേ? സോ 10th ബോർഡിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ്ലി അനലൈസ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ മിസ്റ്റേക്സ് എന്തുമായിരുന്നെന്ന്. ഓക്കെ, ലൈക്ക് ഇത് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിരിക്കും. സോ ചില സ്റ്റുഡൻസ് ലൈക്ക് എൻഡ് മൊമെൻറ്റ് വരെ വെയിറ്റ് ചെയ്ത് കാണും ലൈക്ക് പ്രിപ്പയർ ചെയ്യാൻ. സോ അവർക്ക് അത്ര ഡീറ്റെയിലിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി കാണത്തില്ല മോസ്റ്റ് ടോപ്പിക്സ് അല്ലേ? സോ അത് കുറച്ച് സ്റ്റുഡൻസിൻ്റെ ആയിരിക്കും. ചില സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ എക്സാം ഹാളിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയി കാണും, എന്നിട്ട് കുറേ സില്ലി എറേഴ്സ് ഉണ്ടാക്കി കാണും അല്ലേ? സോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ മിസ്റ്റേക്സ് കാണും. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ മിസ്റ്റേക്സ് എന്തുമായിരുന്നെന്ന് ഈ ലോ മാർക്സിൻ്റെ കാരണത്തിന്. ഓക്കെ, വൺസ് നിങ്ങൾ അത് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മാർക്സിനെ പറ്റി അങ്ങ് മറന്നു കളയുക. കാരണം ഇത് നിങ്ങളുടെ ഇനി ഫ്യൂച്ചറിനെ അത്രയ്ക്ക് ഹേർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. എസ്പെഷ്യലി നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ജെഇ, നീറ്റ്, കീമിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനെല്ലാത്തിനും ബോർഡ് എക്സാംസ് ആണ് ഒരു ക്വാളിഫയിങ് ഫാക്ടർ. 10th ബോർഡിൻ്റെ മാർക്സ് അത്ര റെലവൻ്റ് അല്ല അതിന്. സോ 10th ചില ടോപ്പിക്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ് 11th. പക്ഷേ അതല്ലാതെ 10th അങ്ങനെ ലൈക്ക് സ്പെഷ്യൽ ക്രൈറ്റീരിയ ഒന്നുമില്ല 10th മാർക്സ് നല്ലതായിരിക്കണമെന്ന്. സോ ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ മാർക്സിനെ പറ്റി അങ്ങ് മറന്നു കളഞ്ഞു. ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. സോ അത് കഴിഞ്ഞിട്ട് ഇനി ക്ലാസ് 11th നിങ്ങൾ ചില കാര്യങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ മൈൻഡിൽ വെക്കണം. 11th നിങ്ങൾ തുടങ്ങുമ്പോൾ തുടക്കം തന്നെ നിങ്ങൾ ഒരു സ്റ്റഡി സ്കെഡ്യൂൾ ഫോളോ ചെയ്ത് പ്രിപ്പറേഷൻ തുടങ്ങാം. ഇനി 11th നിങ്ങൾ 10th ചെയ്ത മിസ്റ്റേക്സ് വീണ്ടും ചെയ്യല്. ലൈക്ക് 10th നിങ്ങൾ ചിലപ്പോൾ ബോർഡ് എക്സാംസ് വരുമ്പോൾ ലൈക്ക് അതിൻ്റെ 1 month മുമ്പിലായിരിക്കും പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. പക്ഷേ ഈ 11th അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ പ്രിപ്പറേഷനിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് പിന്നെ വരുമ്പോൾ, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ജെഇ, നീറ്റ്, പിന്നെ കീം, ഇതൊക്കെ പിന്നെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ ലൈക്ക് കുറേ ഇഷ്യൂസ് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചില എക്സ്ട്രാ ഫാക്ടേഴ്സും ആവശ്യമുണ്ട്. അതിലൊന്നാണ് സ്പീഡ്, റൈറ്റ്? എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ലൈക്ക് ഒരു ഹൈ സ്പീഡിൽ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. ബോർഡ്സ് പോലെയല്ല, ബോർഡ്സിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്താലും ലൈക്ക് നല്ല മാർക്സ് ഒക്കെ കിട്ടും. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിങ്ങൾക്ക് സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ മേളിൽ ആക്യുറസിയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ നിറച്ചും പ്രാക്ടീസ് വേണം. ഇതിലെല്ലാം ന്യൂമെറിക്കൽ MCQ ടൈപ്സ് ആണ് വരുന്നത്. സോ അതെല്ലാം നമ്മൾ ഒരുപാട് പ്രാക്ടീസും ചെയ്യണം. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ടൈം വരുമ്പോൾ 12th കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാംസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് മൂന്നും സ്ട്രോങ് ആക്കി ഒരു നല്ല റാങ്ക് വേണമെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ 11th ഫോക്കസ് ചെയ്യണം. ഓക്കെ, 11th എന്ന് പറയുന്നത് 12th ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 11th ഭയങ്കര വീക്ക് ആണെങ്കിൽ 12th എക്സ്ട്രീംലി വീക്ക് ആയിരിക്കും. സോ അതിൽ നിങ്ങളുടെ 11th വീക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ 12th ബോർഡും നിങ്ങളുടെ മാർക്ക് ലോ ആയിരിക്കും. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഡെഫിനറ്റ്ലി ലോ പെർഫോമൻസ് ആയിരിക്കും ഇപ്പോൾ 11th വീക്ക് ആണെങ്കിൽ. ഓക്കെ, സോ ഇത് എല്ലാം ലൈക്ക് നിങ്ങൾക്ക് നല്ലവണ്ണം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പെർഫോം ചെയ്യാനും 12th ബോർഡിൽ പെർഫോം ചെയ്യാനും 11th ആദ്യമേ നല്ലോണം ഫോക്കസ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഒരു ഡെയിലി സ്റ്റഡി സ്കെഡ്യൂൾ ഇനി തൊട്ട് ഉണ്ടാക്കി തുടങ്ങാം. നിങ്ങൾക്ക് ലൈക്ക് അങ്ങനെ ആദ്യമേ പഠിക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ടൈം പീരീഡ്സിൽ പഠിക്കുക. ലൈക്ക് മേ ബി 1 or 2 hours എവറി ഡേ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം. എന്നിട്ട് ആ പഠിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് കീമിൻ്റെയും കൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് കിട്ടും. സോ ആ ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് എടുത്ത് സോൾവ് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ആദ്യം മുതലേ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ 11th പ്രിപ്പറേഷൻ ആദ്യം മുതലേ നിങ്ങൾ തുടങ്ങിയെങ്കിൽ നിങ്ങളുടെ 12th ബോർഡിലും എക്സ്ട്രീംലി നല്ല മാർക്ക് കിട്ടും. ഇൻഫാക്ട് നിങ്ങൾ മാത്സിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 11th സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ 12th നല്ല ഈസി ആയിരിക്കും, മാത്സിൻ്റെ ഒക്കെ ബോർഡ് എക്സാം. സോ ബോർഡ് എക്സാം ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? ബോർഡ്സിന് അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് ജെഇ, നീറ്റ്, ഇതിലും നല്ലോണം ഹെൽപ്പ് ചെയ്യും. സോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് സ്പെഷ്യലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് എൻഡ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല.
സോ അത്രേ ഉള്ളൂ ഗൈസ്. സോ 11th ആദ്യമേ ഫോക്കസ് ചെയ്യുക. ഇനി 10th പറ്റി മറന്നു കളയുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ 11th ഫോക്കസ് ചെയ്ത് കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ടേക്ക് കെയർ.